ഈ സമസ്യയ്ക്കൊരു ഉത്തരം കണ്ടെത്താനാവാതെ തളർച്ചയോടെ ആമി വെറും നിലത്തിരുന്നു. സുരേഷിനെയും കാർത്തുവിനെയും വിവാഹത്തിന് വിളിക്കണമെന്ന് ആമിയും സുധയും ഒരുപാട് പറഞ്ഞെങ്കിലും രാമചന്ദ്രനോ അമ്പിയോ അതിന് സമ്മതിച്ചില്ല. ആദ്യമേ ഈ വിവാഹത്തിന് പങ്കെടുക്കുന്നതിൽ താല്പര്യമില്ലാതിരുന്ന ഉണ്ണികൃഷ്ണൻ ഇതും കൂടി കേട്ടുകഴിഞ്ഞപ്പോൾ താൻ പങ്കെടുക്കില്ല എന്ന് തീർത്തും പറഞ്ഞു. സുരേഷ് അമ്മാവനോടും കാർത്തുവേച്ചിയോടും അവർക്കുള്ള സ്നേഹം അറിയാവുന്നത് കൊണ്ട് തന്നെ ആമി അവരെ കൂടുതൽ നിർബന്ധിക്കാനും നിന്നില്ല. പോകേണ്ട എന്ന് കരുതിയതാണെങ്കിലും ആമിക്ക് വിഷമമാകേണ്ട എന്ന് കരുതി സ്വാതി അവസാനം പോകാൻ തന്നെ തീരുമാനിച്ചു. ധൃതിയൊന്നും പിടിക്കാതെ ചടങ്ങുകളെല്ലാം തീരുന്നതിന് മുൻപായി എത്താവുന്ന രീതിയിലാണ് അവൾ ഒരുങ്ങിയിറങ്ങിയത്. എന്നാൽ അമ്പലത്തിലെത്തിയ സ്വാതി കണ്ടതോ അങ്ങിങ്ങായി കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളെയാണ്. ചടങ്ങുകളൊന്നും ആരംഭിച്ചിട്ട് പോലുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. എന്തോ പ്രശ്നമുണ്ടെന്നും ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. അപ്പോഴാണ് കുറച്ചു മാറി വെറും നിലത്തിരുന്ന് കരയുന്ന ആമി സ്വാതി ശ്രദ്ധിക്കുന്നത്. അവൾ വേഗം ആമിക്കരികിലേക്ക് ഓടി. അവൾക്കടുത്തേക്ക് നടന്നു വരുന്ന സമയത്ത് കൂടി നിന്ന് സംസാരിക്കുന്ന ആളുകളിൽ നിന്നും അവൾക്ക് കാര്യങ്ങളൊക്കെ ഏതാണ്ട് പിടികിട്ടി. ആമി, എന്താടി ഇത്? അവൾ സാവകാശം ആമിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആമി എഴുന്നേൽക്കാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു. ചതിയാടിയെല്ലാം. നീ പറഞ്ഞപ്പോഴും ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോടി. ഇനി എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക്? അറിയില്ല എനിക്ക്. കാര്യങ്ങളെല്ലാം എൻ്റെ കൈവിട്ടു പോയി കഴിഞ്ഞു. കുഴഞ്ഞു വീഴുന്നത് പോലെ സ്വാതിയുടെ തോളിലേക്ക് ആമി തളർന്നു കിടന്നു. എന്നാലും എൻ്റെ സുധേ, നിനക്ക് ഇത്രയും വെളിവില്ലാതെ പോയോ? എന്നാ തെറ്റ് പറ്റിപ്പോയി. അപ്പോ മിണ്ടാതിരുന്നോടെ നിനക്ക്? നീ എന്തിനാ മോൻ്റെ അല്ല മോളുടെ ജാതകമാണ്, എനിക്ക് മാറിപ്പോയതാണ് എന്നൊക്കെ പറയാൻ നിന്നത്? ഇനിയിപ്പോൾ ചന്ദ്രൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് നീ മേടിച്ചോ? സുധയുടെ അടുത്തൊരു ബന്ധുവായ സൗദാമിനി അമ്മയായിരുന്നു അത്. സുധയുടെ ഭാഗത്തു നിന്നും ഇവരെ മാത്രമാണ് രാമചന്ദ്രൻ ആകെ കൂടെ വിളിച്ചത്. ചേച്ചി, അതിന് ഇങ്ങനെയൊരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ തനിക്കറിയാവുന്നതും തന്നോട് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സുധ അവരോട് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഈ വിവരങ്ങളൊക്കെ ആ പെണ്ണിൻ്റെ വീട്ടുകാരറിഞ്ഞാൽ പിന്നെ വെച്ച് പൊറുപ്പിക്കുമോ നമ്മളെ? എനിക്കറിയില്ലേ ചേച്ചി, ഈ അച്ഛനും മക്കളും കൂടി എന്തൊക്കെയാ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്ന്. മേൽശാന്തിയെ കൊണ്ട് പറയിപ്പിച്ചാൽ ഒരുപക്ഷെ രാമചന്ദ്രൻ തൻ്റെ അഭിപ്രായം മാറ്റിയാലോ എന്ന് ഹരിദാസ് പറഞ്ഞതിനെ തുടർന്ന് കമ്മിറ്റിക്കാരോട് അദ്ദേഹം എവിടെയാണെന്ന് അന്വേഷിക്കുവാനായി ഓഫീസ് റൂമിലേക്ക് വന്നതായിരുന്നു നിഖിൽ. മുറിയുടെ ഒരു മൂലയിൽ ഒതുക്കത്തിൽ നിന്ന് സംസാരിക്കുകയായിരുന്ന അവരുടെ സംസാരം അങ്ങനെയാണ് യാദൃശ്ചികമായി അവൻ കേട്ടത്. സത്യം അറിഞ്ഞ നിമിഷം തന്നെ മറ്റുള്ളവരോട് പറയുവാനായി അവൻ ഓടി. തങ്ങൾ ചതിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അത്രയും നേരം ഉണ്ടായിരുന്ന പരിഭ്രമം ദേഷ്യത്തിലേക്ക് വഴിമാറി. എന്നാലും എങ്ങനെ തോന്നി അമ്പിക്ക് ഇങ്ങനെയൊരു ചതിക്ക് കൂട്ടുനിൽക്കാൻ? അതിനിതെല്ലാം ആ തന്തപ്പിടിയുടെ പ്ലാനാണ്. അമ്പി വേറെ വഴിയില്ലാത്തത് കൊണ്ട് കൂടെ നിന്നതാകും. കല്യാണക്കാര്യത്തിൽ അവർ കാണിച്ച ചതി മാത്രമേ എല്ലാവരും അറിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ ദേവിയോട് അമ്പിക്ക് യഥാർത്ഥത്തിലുള്ള സ്നേഹം തന്നെയാണെന്നാണ് നിഖിലടക്കം എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ അയാൾ സമ്മതിക്കാതെ അമ്പിക്ക് വിവാഹത്തിന് തയ്യാറാവാൻ പറ്റില്ലല്ലോ. ദർശൻ അഭിനയെ വിവാഹം കഴിക്കാതെ അയാളോട് സമ്മതിക്കുമില്ല. ഇത് വല്ലാത്തൊരു കുരുക്കായി പോയല്ലോ. ഈ വിവാഹം നടക്കാതെ വന്നാൽ എൻ്റെ മോളുടെ അവസ്ഥ, അതാണ് എനിക്ക് ആലോചിക്കാൻ കഴിയാത്തത്. അച്ഛൻ വിഷമിക്കേണ്ട, ഈ വിവാഹം നടക്കും. എന്തോ ആലോചിച്ചുറപ്പിച്ച പോലെ ദർശൻ പറഞ്ഞു. നീ എന്താ മോനെ പറയുന്നത്? എന്താടാ, നിന്റെ മനസ്സിൽ വല്ല പ്ലാനും ഉണ്ടോ? അവൻ്റെ മുഖത്തെ ഭാവം കണ്ടുകൊണ്ട് ഡേവിഡ് ചോദിച്ചു. ഡേവിഡിനോട് നിഖിലോടുമായി അപ്പുറത്തേക്ക് വരാൻ കണ്ടുകൊണ്ട് കാണിച്ച് ദർശൻ കുറച്ച് മാറി നിന്നു. കുറച്ചു നേരം 3 പേരും കൂടി എന്തൊക്കെയോ സംസാരിച്ചു. അതിനുശേഷം ദർശൻ പുറത്തേക്കിറങ്ങി, കൂടെ ബാക്കിയുള്ളവരും. എന്തായി? വിവാഹത്തിന് സമ്മതമാണോ നിങ്ങൾക്ക്? മുഹൂർത്തം തീരാറായി. അതിന് മറുപടി പറയുന്നതിന് മുൻപ് എനിക്ക് വേറൊരു കാര്യം അറിയണം. എന്താ? നിങ്ങളുടെ മകളെ ഞാൻ വിവാഹം കഴിച്ചാൽ എൻ്റെ പെങ്ങളെ വിവാഹം കഴിക്കുമല്ലോ. പിന്നല്ലാതെ. ആദ്യം നിങ്ങളുടെ 2 പേരുടെയും വിവാഹം, അത് കഴിഞ്ഞ് ദേവിയുടെയും അമ്പിയുടെയും. വാക്കാണല്ലോ. മോൻ വിവാഹത്തിന് സമ്മതിച്ചാൽ പിന്നെ വേറെ എന്ത് തടസ്സമാ അവരുടെ വിവാഹത്തിന്? രാമചന്ദ്രൻ ഉത്സാഹത്തോടെ പറഞ്ഞു. വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതമാണ്, ഉറപ്പോടെ ദർശനം പറഞ്ഞു. പ്രതീക്ഷിച്ചിരുന്ന മറുപടി ആയിരുന്നില്ലെങ്കിലും അന്നേരം ദർശൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആമിക്ക് സഹിക്കാനായില്ല. എല്ലാം അവരുടെ ചതിയാണെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ദേവിയോർത്ത് ആമയും ഒന്നും മിണ്ടാതെ നിന്നു. ദേവിക്കെങ്കിലും അവൾ ആഗ്രഹിച്ച ജീവിതം കിട്ടട്ടെ എന്ന് ആമി വിചാരിച്ചു. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരു നവവധുവായി ഏറെ സന്തോഷത്തോടെ ആമിക്കും അമ്മയ്ക്കും അരികിലായിരുന്നു അഭിനയ നിന്നത്. ദേവിയെയും അപ്പോഴേക്കും ഹാളിൽ നിന്നും വിളിച്ചു കൊണ്ടുവന്നിരുന്നു.
അവിടെ വന്നതിന് ശേഷമാണ് ദേവിയും രാധികയും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോഴേക്കും നടന്ന ചതിയെക്കുറിച്ച് അവൾക്കും അമ്മയ്ക്കും അറിയില്ലായിരുന്നു. തനിക്ക് വേണ്ടി ഏട്ടനൊരു ത്യാഗം ചെയ്യുന്നു എന്ന സങ്കടം മാത്രമേ അവൾക്കുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. ശാന്തി താലിയെടുത്ത് ദർശന്റെ കയ്യിൽ കൊടുത്തു. അവൻ അഭിനയയുടെ മുഖത്തേക്ക് നോക്കി. ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തൊരു ഭാവം അവളുടെ മുഖത്ത് ദർശന് വ്യക്തമായി കണ്ടു. അവനും ഒന്ന് ചിരിച്ചു. കല്യാണപ്പെണ്ണായി ദേവി ഒരുങ്ങി നിൽക്കുന്നത് കൊണ്ട് താലി കെട്ടിക്കൊടുക്കാനായി ആമിയാണ് അഭിനയക്കരിയിൽ നിൽക്കുന്നത്. താലി ദർശൻ വാങ്ങിയതും അത് തന്റെ കഴുത്തിൽ കെട്ടിത്തരുന്ന നിമിഷം സ്വപ്നം കണ്ടുകൊണ്ട് അഭിനയ കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടെ നിന്നു. കൊട്ടും കുരവയുമെല്ലാം ഉയർന്നു കേട്ടു. എന്നാൽ തൻ്റെ കഴുത്തിൽ ദർശന്റെ കൈകൾ സ്പർശിക്കുകയോ താലി കഴുത്തിൽ വീഴുകയോ ചെയ്യാതിരുന്നപ്പോൾ അഭിനയ സാവകാശം കണ്ണു തുറന്നു നോക്കി. ആമിയുടെ കഴുത്തിൽ താലി ചാർത്തി നിവർന്നു നിൽക്കുന്ന ദർശനെയാണ് അന്നേരം അഭിനയ കണ്ടത്. ഒരു നിമിഷം ഒന്നും വിശ്വസിക്കാനാവാതെ ആമിയും നിന്നുപോയി. കണ്ടു നിന്നവരുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. എന്നാൽ നിമിഷ നേരം കൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായി, ദർശൻ സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു. പക്ഷേ അപ്പോഴും അവൻ എന്തിന് തന്നെ താലി ചാർത്തി എന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്താ ദർശ നീ കാണിക്കുന്നത്? അഭിനയമോളുടെ കഴുത്തിലല്ലേ നീ താലി ചാർത്തേണ്ടത്? വെപ്രാളത്തോടെ രാമചന്ദ്രൻ ചോദിച്ചു. നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ എന്നേ ഞാൻ സമ്മതം പറഞ്ഞിട്ടുള്ളൂ. അതാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചതിയാണ് നീ ചെയ്തത്. നിങ്ങൾ ചെയ്തിരിക്കുന്ന ചതിയോളം വരില്ല. എന്തിനാ ഞാൻ അഭിനയെ വിവാഹം കഴിക്കുന്നത്? അവളുടെ ജാതകദോഷമോ? എന്ത് ദോഷം? പിന്നീട് തങ്ങൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ദർശൻ അവരോടായി പറഞ്ഞു. രാമചന്ദ്രനും അഭിനയുമെല്ലാം ഒരുപാട് നേരം തറച്ചു നിന്നുപോയി. ഒടുവിൽ അവർക്ക് സത്യം സമ്മതിക്കേണ്ടി തന്നെ വന്നു. ഇങ്ങനെയൊരു അവസ്ഥ അവൾ പ്രതീക്ഷിച്ചതല്ല. എല്ലാം തങ്ങൾ വിചാരിച്ചതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന അഹങ്കാരത്തിലായിരുന്നു അവൾ. എല്ലാത്തിനും മുകളിലായി ദൈവവും കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകുമെന്ന് അവൾ ചിന്തിച്ചില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ വിവാഹം കഴിച്ചു. ഇനി എനിക്ക് തന്ന വാക്കുപോലെ അമ്പി ദേവിയെ വിവാഹം കഴിക്കട്ടെ. ഇല്ല, അത് നടക്കില്ല. പെട്ടെന്ന് തന്നെ രാമചന്ദ്രൻ പറഞ്ഞു. എന്തുകൊണ്ട്? അഭിനയമോളുടെ വിവാഹം നടക്കുമെന്ന വ്യവസ്ഥയിലാണ് ഞങ്ങൾ സമ്മതിച്ചത്. പക്ഷേ നീ ഞങ്ങളെ ചതിച്ചില്ലേ? അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ചതി എന്നോട് കാണിച്ചത്? നോക്ക് ദർശ, തെറ്റ് പറ്റിപ്പോയി. ഞങ്ങൾ അംഗീകരിക്കുന്നു. മാപ്പ് പറയാനും തയ്യാറാണ്. പക്ഷേ നീ ഒരാൾ വിചാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഇപ്പോഴും ഇവിടെയുള്ളൂ. നീ ആ താലിയൂരി നിയമോളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക്. അടുത്ത നിമിഷം നിന്റെ പെങ്ങളുടെ വിവാഹവും നടക്കും. ഇനിയും ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നിങ്ങൾക്കൊരു നാണവും ഇല്ലേ? ദേഷ്യമടക്കാനാവാതെ നിഖിൽ ചോദിച്ചു. എന്നാൽ ആമി അച്ഛൻ പറയുന്നത് കേട്ട് ഞെട്ടിപ്പോയി. അവൾ തൻ്റെ താലിയിൽ മുറുക്കി പിടിച്ചു. നിത്യയും അവൾ കരികിലായി വന്നു നിന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഒരുപാട് വലിയ ആളാവാനൊന്നും ശ്രമിക്കേണ്ട ദർശൻ. നിന്റെ മുന്നിൽ ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. നീ എന്നെ വിവാഹം കഴിച്ചാൽ മാത്രമേ നിന്റെ പെങ്ങളുടെ വിവാഹം നടക്കുകയുള്ളൂ. ആ അവസ്ഥയിലും അഹങ്കാരത്തോടു കൂടി തന്നെ അഭിനയ പറഞ്ഞു. നാണമില്ലേടി നിനക്കിതൊക്കെ പറയാൻ? നീയൊരു പെണ്ണാണോ? പിന്നെ വിവാഹം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയോ നിന്റെ അച്ഛനോ അല്ല, അമ്പിയാണ്. അപ്പോഴും അമ്പിക്ക് ദേവിയിലുണ്ടായിരുന്ന പ്രണയത്തിൽ വിശ്വസിച്ച് ദർശൻ പറഞ്ഞു. അമ്പിയേട്ടൻ ദേവിയെ പ്രണയിച്ചതും വിവാഹം കഴിക്കാൻ ആലോചിച്ചതുമെല്ലാം എനിക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞിട്ടാണ്. ഞാൻ ദർശനെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ദർശനെ വേണം. വായിൽ വന്നത് എന്തും വിളിച്ചു പറയാന്നായോ നീ? കേട്ടതൊന്നും ഉൾക്കൊള്ളാനാവാതെ വിശ്വസിക്കാനാവാതെ ദർശൻ നീയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ദർശ! നിഖിലും ഡേവിഡും കൂടിച്ചേർന്ന് അവനെ പിടിച്ചു മാറ്റി. ഹരിദാസ് അരുതെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു. വിവാഹം നടത്തുന്നതിനായി അവർ പറഞ്ഞ കള്ളങ്ങൾ ദർശൻ വിവരിക്കുന്നത് കേട്ട് ആകെ തളർന്നു നിൽക്കുകയാണ് ദേവി. അതിനൊപ്പം ഇപ്പോൾ അഭിനയ പറഞ്ഞത് കൂടിയായപ്പോൾ അവൾ പൂർണ്ണമായും തകർന്നു. എന്നാലും പെട്ടെന്നുണ്ടായ ഒരു പ്രേരണയിൽ അവൾ മുന്നോട്ടേക്ക് നടന്ന് അമ്പിക്ക് മുന്നിലായി വന്നു നിന്നു. എന്താ അമ്പിയേട്ടാ ഇത്? എന്തൊക്കെയാ ഈ കേൾക്കുന്നത്? ചുമ്മാ പറഞ്ഞതല്ലേ ചേച്ചി ഇതൊക്കെ. അമ്പിയേട്ടന് ശരിക്കും എന്നെ ഇഷ്ടല്ലേ? വിതുമ്പൽ അടക്കാനാവാതെ ഒരു കണക്കിനാണ് അവൾ പറഞ്ഞവസാനിപ്പിച്ചത്. ഓ, നീയും കേട്ടോ എല്ലാം? ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. ഏട്ടൻ നിന്നെ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ തയ്യാറായതുമെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പൊന്നുമോൾ നിന്റെ ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. നിന്റെ ഏട്ടൻ എന്നെ വിവാഹം കഴിച്ചാൽ മാത്രമേ നിന്റെ വിവാഹം ഇന്ന് നടക്കൂ. അവൾ ദേഷ്യത്തോടെ അഭിനയിയോന്ന് നോക്കി. എന്നെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞത് അമ്പിയേട്ടനാണ്. അതുകൊണ്ട് എനിക്കുള്ള ഉത്തരവും തരേണ്ടതും അമ്പിയേട്ടൻ തന്നെയാണ്. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ദേവി ചോദിച്ചു. നീയ പറഞ്ഞതെല്ലാം സത്യമാണ് ദേവി. ഞാൻ എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയാ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതും നിന്നെ വിവാഹം ആലോചിച്ചു വന്നതുമെല്ലാം. പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടം തന്നെയാണ്.
നിന്നെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. നീ നിന്റെ ചേട്ടനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിച്ചാൽ ഇന്ന് തന്നെ നമ്മുടെ വിവാഹം നടക്കും. യാതൊരുവിധ ദയവുമില്ലാതെ അമ്പി പറഞ്ഞു. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ദേവി അവിടെ തന്നെ തളർന്നിരുന്നു പോയി. അമ്പിയെ ആദ്യമായി കണ്ടതു മുതൽ അവൻ തന്നോട് പ്രണയം പറഞ്ഞതും എല്ലാം അവൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു. അവളുടെ അവസ്ഥ കണ്ട് ആർക്കും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിത്യയും ഡേവിഡിന്റെ ഭാര്യയും ഓടിപ്പോയി അവളെ താങ്ങി പിടിച്ചു. രാധികയും തളർന്നൊരവസ്ഥയിലായിരുന്നു. സ്വന്തം പെങ്ങൾക്ക് വേണ്ടി അല്പസ്വല്പം കള്ളങ്ങൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല അമ്പി. പക്ഷേ നീയിപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ അതൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇപ്പോഴും അവൻ അഭിനയിക്കു വേണ്ടി കള്ളം പറയുകയാണെന്ന വിശ്വാസത്തിൽ ഹരിദാസ് പറഞ്ഞു. നിങ്ങൾക്കിപ്പോഴും ഒന്നും വിശ്വാസമായില്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാം പറഞ്ഞു തരാം നിങ്ങൾക്ക്. തുടർന്ന് ആദ്യം മുതലേക്കുള്ള കാര്യങ്ങളെല്ലാം അമ്പി അവർക്ക് മുന്നിൽ വെളിപ്പെടുത്തി. ചതി, വളരെ വിദഗ്ധമായി ചതിക്കപ്പെട്ടിരുന്നു തങ്ങളെല്ലാവരും. എല്ലാവർക്കും മനസ്സിലായി. ദർശൻ പതിയെ പോയി ദേവിയെ താങ്ങി പിടിച്ചു. നമുക്ക് പോകാമേട്ട, എനിക്ക് ഉറക്കം വരുന്നു, ഒന്ന് കിടക്കണം. പറഞ്ഞു മുഴുവിപ്പിക്കാനാകാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ദർശന്റെ തോളിലേക്ക് വീണു. കണ്ടു നിന്നവർ പോലും കരഞ്ഞുപോയി. ദർശൻ നിഖിലിനെ നോക്കി. അവൻ അടുത്തേക്ക് വന്നപ്പോൾ ദേവി അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് നിത്യയും നിഖിലും കൂടി അവളെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ദർശൻ എഴുന്നേറ്റ് നേരെ അമ്പിക്ക് മുന്നിൽ പോയി നിന്നു. ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ ദർശൻ അവനെ നോക്കി. ഒന്ന് നീ മനസ്സിൽ കുറിച്ചിട്ടോ അമ്പി, ഞാനിന്ന് നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഒരിക്കൽ നീയും നിൽക്കും, നിന്റെ പെങ്ങൾക്ക് വേണ്ടി. ഇപ്പോഴും നിനക്ക് പ്രതികാരമാണ് വലുത് ദർശ. എനിക്കിപ്പോഴും നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല. നീയൊന്ന് മനസ്സ് വെച്ചാൽ ഇപ്പോഴും എൻ്റെയും ദേവിയുടെയും വിവാഹം നടക്കും. ഞാൻ പറഞ്ഞത് നിനക്കിപ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ നീ തന്നെ ആലോചിച്ചു നോക്ക്. നിന്റെ പെങ്ങൾക്ക് ഞാനില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. വിവാഹം മുടങ്ങുന്നതിൻ്റെ അപമാനം, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നിനക്കിനിയും മതിയായിട്ടില്ല അല്ലേടാ? പിന്നെ എൻ്റെ പെങ്ങളുടെ വിവാഹം മുടങ്ങിപ്പോയിട്ടേയുള്ളൂ. പക്ഷേ നിന്റെ പെങ്ങളുടെ അവസ്ഥ അതല്ല. ഞാൻ കെട്ടിയ താലിയാ അവിടെ കഴുത്തിൽ കിടക്കുന്നത്. അത് നീയും മറക്കാതിരുന്നാൽ നല്ലത്. ഒരു താലിയല്ലേ, പൊട്ടിച്ചെറിഞ്ഞാൽ അതങ്ങ് കഴിഞ്ഞില്ലേ? അമ്പി പുച്ഛിച്ചു. ധൈര്യമുണ്ടെങ്കിൽ നീ അതൊന്ന് അഴിച്ചു നോക്ക്. ഹരിദാസ് പുറകിൽ വന്ന് ദർശനെ തട്ടി. അവൻ അച്ഛനെ ഒന്ന് നോക്കി. നേരെ പോയി ദേവിയുടെ തോളിലായി ചേർത്ത് പിടിച്ചു. പിന്തിരിഞ്ഞു നടക്കുന്നതിന് മുൻപായി അവൻ ആമിയെ കൂടി ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ പക്ഷേ പ്രണയമോ സ്നേഹമോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുപ്പ് മാത്രമായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി. വിച്ചുവിനോട് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും ദേവി പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. ആമി പറഞ്ഞ് എല്ലാം അറിയാമായിരുന്നു എങ്കിൽ കൂടി ഇന്നോളം താൻ അനുഭവിച്ച വേദനകൾ മുഴുവൻ ചേർത്ത് തൻ്റെ അനുഭവം ദേവി പറഞ്ഞപ്പോൾ വിച്ചുവും കരഞ്ഞു പോയിരുന്നു.